ലിസാനുൽ ഖുർആൻ അറബി ഭാഷയെക്കുറിച്ച് പഠിക്കുകയാണ്. അറബി ഭാഷയുടെ ഗ്രാമർ. നമുക്ക് 5-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഫിഅലുകളെ കുറിച്ചാണ് പ്രധാനമായും പഠിക്കാനുള്ളത്. ഫിഅലുകൾ അത് തന്നെ എല്ലാ ടൈപ്പും വരുന്നില്ല. മാദിയായ ഫിഅല്, മുദാരിയായ ഫിഅല്. മാദിയായ ഫിഅലിന്റെ വ്യത്യസ്ത അവസ്ഥകൾ. ഫിഅലുകൾ മാദിയാണെങ്കിലും മുദാരി ആണെങ്കിലും അതിന് 14 രൂപങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫിഅല് അതിന് 14 അവസ്ഥകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ആ ഫിഅല് ചെയ്യുന്ന ഫാഇലിലേക്ക് നോക്കിയാണ്. ഇത് പറയുന്നതിന് മുമ്പ് മാദിയായ ഫിഅലും മുദാരിയായ ഫിഅലും ഉണ്ട് എന്ന് പറയുമ്പോൾ മാദിയായ ഫിഅല് എന്നാൽ എന്ത് എന്നൊരു ചോദ്യത്തിന്റെ മറുപടിയായി ഞാൻ ഇന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാദിയായ ഫിഅല് എന്ന് പറഞ്ഞാൽ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാദി, കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചതായ ഒരു പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന വാക്ക്. കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാദി, ഇതാണ്. മുദാരി എന്ന് പറഞ്ഞാലോ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബിലി അവൽ ഹാൽ, വരാനിരിക്കുന്നതായ കാലം, അതായത് ഭാവി കാലം. ഭാവി കാലം എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം. ഇത് 2025 ഭാവി കാലം എന്ന് പറഞ്ഞാൽ 2026 എന്ന് കരുതരുത്. ഭാവി കാലം എന്ന് പറയുമ്പോൾ ഏതാണ്? ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ശേഷം, ഈ നിമിഷത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്നത് അത് ഭാവി കാലമാണ്, അടുത്ത കാലമാണ്. വർത്തമാന കാലം എന്ന് പറയുമ്പോൾ ഇത് പറയുന്ന സമയത്തുള്ള സമയമാണ് വർത്തമാന കാലം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലമോ അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ളതോ ആയ അവസ്ഥയല്ല. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ ഭൂതകാലമാണ്. ഞാൻ കൈ ഉയർത്തുക എന്ന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു, ഞാൻ കൈ ഉയർത്തി താഴ്ത്തി. ഇത് 2 ഭൂതകാല ക്രിയകളാണ്. ഉയർത്തുക എന്ന പ്രവർത്തനം, ആക്ഷൻ ചെയ്തു കഴിഞ്ഞു. താഴ്ത്തുക എന്നുള്ളതും ചെയ്തു കഴിഞ്ഞതാണ്. അത് ഭൂതകാല ക്രിയയാണ്, കാരണം അത് നടന്നു കഴിഞ്ഞ സംഭവമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞോ, ചിലപ്പോൾ അത് കഴിഞ്ഞത് ഒരു മൈക്രോ സെക്കൻഡ് മുമ്പാണ് നടന്നത് എങ്കിലും അതെന്താണ്? ഭൂതകാല ക്രിയയാണ്. അപ്പൊ നമ്മൾ ഈ കാലം കാലം എന്ന് പറയുന്നത് കൊണ്ട് ഒരുപാട് മുമ്പ് കഴിഞ്ഞത് എന്നോ, ഭാവി കാലം എന്ന് പറയുന്നത് കൊണ്ട് ഇനി അടുത്ത വർഷമോ അല്ലെങ്കിൽ ഇനി ഒരു 5-8 വർഷം കഴിഞ്ഞിട്ടോ നടക്കാനിരിക്കുന്നത് എന്നൊന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ വർത്തമാന കാലം എന്ന് പറയുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയം, ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. എൻ്റെ സംസാരം എന്നുള്ളത്, ഞാൻ സംസാരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വർത്തമാനകാല ക്രിയയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വർത്തമാനകാല ക്രിയയാണ്, അതായത് ഹാലാണ്. മുദാരി ഹാല് എന്ന് പറയാം. അൻതും തുൻസിതൂൻ, നിങ്ങൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ട്. അന അതകല്ലമു, തകല്ലമ യതകല്ലമു, തകല്ലമ മീൻസ് സംസാരിച്ചു, യതകല്ലമു അവൻ സംസാരിക്കുന്നു. അന അതകല്ലമു ഞാൻ സംസാരിക്കുന്നു. അതാ, ഇതെന്താണ്? വർത്തമാനകാല ക്രിയയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതായ ഒരു പ്രവർത്തനത്തിന്റെ മേൽ അറിയിക്കുന്ന വാക്കാണ് മാദി. മുദാരി എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തോ വർത്തമാന കാലത്തോ സംഭവിക്കുന്നതായ ഒരു പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന വാക്ക്. ഭാവി കാലത്തോ വർത്തമാന കാലത്തോ സംഭവിക്കുന്നതായ ഒരു പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന വാക്ക്. അറബിയിൽ പറഞ്ഞാൽ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബിലി അവൽ ഹാൽ. ഇതാണ്. ഇനി നമുക്ക് പറയാം. 2-ാം പാഠം ഞാൻ പൂർണ്ണമായി വായിക്കുന്നില്ല. 2-ാം പാഠത്തില് പറയുന്നത് ജുനൈദ് എന്നൊരു കുട്ടി ഉണർന്ന ശേഷം എന്താണ് ചെയ്തത്? വിക്ർ ചൊല്ലി
എന്നിട്ട് വിരിപ്പിൽ അല്പനേരം ഇരുന്നു. പിന്നെ ടോയ്ലറ്റിലേക്ക് പ്രവേശിച്ചു. ഇടത് കാൽ മുന്തിച്ചാണ് കടന്നത്. അന്നേരം അവൻ ദിക്ർ ചൊല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആവശ്യം പൂർത്തീകരിച്ചു. ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഏത് കാലും മുന്തിച്ച് കടന്നു വന്നു. പിന്നെ ചൊല്ലുന്ന ദിക്ർ, ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ആ പാഠം പറയുന്നത്. നമുക്ക് നമ്മുടെ ചർച്ചാ വിഷയം ആരാണ് പോയത്, എങ്ങോട്ടാണ് പോയത് എന്നുള്ളതൊന്നുമല്ല. ഇതിലൂടെ നമ്മൾ പദങ്ങളെ പഠിക്കുകയാണ്. മാദിയായ പദങ്ങളും ഫിഅലുകളും മുദാരി ആയ ഫിഅലുകളും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ അതിന്റെ തദ്രീബാത്ത് ഒന്ന് നോക്കാം. തദക്കർ, കിതാബിലെ തദക്കർ എന്നത് നോക്കാം. അതിൽ യഖിള കാണുന്നുണ്ടല്ലോ. യഖിള, ഖാല, അഹ്യ, അമാത, ജലസ, പിന്നെ ഖാമ, പിന്നെ ദഖല, ഖള, ഖറജ, തഅല്ലമ, ഇങ്ങനെ പറഞ്ഞവ. ഹാദിഹി അഫ്ആലുൽ മാദിയ, ഇവയെല്ലാം മാദിയായ ഫിഅലുകളാണ്. യഖിള എന്നതിന്റെ അർത്ഥം ഉണർന്നു, അവൻ ഉണർന്നു. ഖാല, അവൻ പറഞ്ഞു. അഹ്യ, അവൻ ജീവിപ്പിച്ചു. അമാത, അവൻ മരിപ്പിച്ചു. ജലസ, അവൻ ഇരുന്നു. ഖാമ, അവൻ നിന്നു. ദഖല, അവൻ പ്രവേശിച്ചു. ഖള, അവൻ നിർവഹിച്ചു. ഖറജ, അവൻ പുറപ്പെട്ടു. തഅല്ലമ, അവൻ പഠിച്ചു. അല്ലെ, തഅല്ലമ. ഇവയെല്ലാം മാദിയായ ഫിഅലുകളാണ്. അതായത് ഒറ്റ വാക്കിൽ, ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ ഭൂതകാല ക്രിയകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാദിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ അൽ ഫിഅലുൽ മാദി കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനിൽ മാദി. കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം സംഭവിച്ചു എന്നതിനെ അറിയിക്കുന്ന പദമാണ് ഫിഅൽ മാദി. അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതായ ഒരു പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന പദമാണ് മാദിയായ ഫിഅൽ. ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കാം. യഖൂലു, യദ്കുറു, ഇവ രണ്ട് ഫിഅലുകളും ഇപ്പോൾ ഈ യഖിള ജുനൈദുൻ എന്ന പാഠത്തിൽ പറഞ്ഞതാണ്. അഫ്ആലുൽ മുദാരിഅ, ഇവ രണ്ടും മുദാരിയായ ഫിഅലുകളാണ്. വർത്തമാനകാല ക്രിയകളാണ്, അല്ലെങ്കിൽ ഭാവികാല ക്രിയകളാണ് എന്ന് നേരെ അർത്ഥം, ഒറ്റ വാക്കിൽ അർത്ഥം പറയാം. മുദാരിയായ ഫിഅലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അൽ ഫിഅലുൽ മുദാരിഉ കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫിൽ മുസ്തഖ്ബിലി അവിൽ ഹാൽ. വർത്തമാന കാലത്തോ ഭാവി കാലത്തോ വല്ല കാര്യവും ഉണ്ടാകുന്നതിനെ കുറിച്ച് അറിയിക്കുന്ന പദമാണ് ഫിഅൽ മുദാരി എന്ന് പറയുന്നത്. വർത്തമാനകാലം അതായത് പ്രസന്റ് ടെൻസ്, ഭാവി കാലം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ്. ഇതിലേതെങ്കിലും ഒരു സമയത്ത് സംഭവിക്കുന്നതായ ഒരു പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്ന പദമാണ് മുദാരിഅ ഫിഅൽ. അതിന് ഉദാഹരണമാണ് യഖൂലു, യദ്കുറു. അതിനർത്ഥം യദ്കുറു, അവൻ ദിക്ർ ചൊല്ലുന്നു. യഖൂലു, അവൻ പറയുന്നു. അതൊരു അർത്ഥം. അത് വർത്തമാന കാലത്തോട് ചേർത്തിക്കൊണ്ട് പറയുന്ന അർത്ഥമാണ്. അവൻ ദിക്ർ ചൊല്ലുന്നു, അവൻ പറയുന്നു. അതേസമയം തന്നെ അതിന് മറ്റൊരു അർത്ഥമുണ്ട്. യഖൂലു, അവൻ പറയും. യദ്കുറു, അവൻ ദിക്ർ ചൊല്ലും. ഇങ്ങനെയുള്ള അർത്ഥങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഏതിനോട് ചേർത്തിയാണ്? ഭാവി കാലത്തോട് ചേർത്തിയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പറയുന്നത്. പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മാദിയായ ഫിഅലിന് ഉദാഹരണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ മാദിയായ ഫിഅലുകളുടെ പിന്നെ നേരെ മുദാരിഉം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതാണ് ഖറഅ യഖറഉ, ജലസ യജ്ലിസു, അബദ യഅബുദു, അമാത യുമീതു, അഹ്യ യുഹ്യി, ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഖറജ യഖ്റുജു വരെ. പിന്നെ ഈ മാദിയായ ഫിഅലുകൾ ചേർന്ന് വരുന്ന സെന്റൻസുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. നഖറഉ വനഫഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. ദഹബ ഹമീദുൻ ഇലൽ മദ്രസ, ഹമീദ് മദ്രസയിലേക്ക് പോയി. ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹമീദ് മദ്രസയിലേക്ക് പോവുക എന്ന ആക്ഷൻ, പ്രവർത്തനം നടന്നു കഴിഞ്ഞതാ, സംഭവിച്ചതായ പ്രവർത്തനത്തിന്മേൽ അറിയിച്ചതാ. ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മദീന എന്നുണ്ട്. ആഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മദീന 10 സിനീൻ, നബി തങ്ങൾ മദീനയിൽ
10 വർഷം ജീവിച്ചു. ഇതിൽ ജീവിച്ചു എന്ന അർത്ഥമുള്ള ആഷ എന്നത് മാദിയാണ്. ഹഫറ ജിബ്രീലു അലൈഹിസ്സലാം ബിഅറ സംസം, ഇതിൽ ഹഫറ എന്ന കുഴിച്ചു എന്ന അർത്ഥമുള്ള വാക്ക് മാദിയാണ്. ഇഷ്തറ അബി മിന്ദീലൻ, എന്റെ പിതാവ് ടവൽ വാങ്ങി, ഇതിൽ വാങ്ങി എന്ന അർത്ഥമുള്ള ഇഷ്തറ എന്നത് മാദിയാണ്. അദ്ദനൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ ഫജ്ർ, സുബ്ഹ് നിസ്കാരത്തിന് വേണ്ടി മുഅദ്ദിൻ വാങ്ക് കൊടുത്തു, വാങ്ക് വിളിച്ചു. ഇതിൽ അദ്ദന എന്ന വാക്ക് വാങ്ക് കൊടുത്തു അല്ലെങ്കിൽ വാങ്ക് വിളിച്ചു എന്നർത്ഥമുള്ളത് അത് നടന്നു കഴിഞ്ഞ പ്രവർത്തനമാണ്, ചെയ്തു കഴിഞ്ഞതാ. അതുകൊണ്ട് മാദിയായ ഫെയിലാണ്. അപ്പൊ പല രൂപത്തിലുള്ള മാദിയായ ഫെയിലുകളെ നമ്മൾ ഈ വായിച്ച സെന്റൻസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. താഴെ മുളാരി ആയ ഫെയില് ചേർന്ന് വരുന്നതായ ചില സെന്റൻസുകളും പരിചയപ്പെടുത്തുന്നു. യദ്ഹബു അബി ഇല സൂഖ്, എന്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു, പോകും. രണ്ടർത്ഥവും വരും പറഞ്ഞല്ലോ. മുളാരി ആയ ഫെയിൽ എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്തോ ഭാവി കാലത്തോ സംഭവിക്കുന്നതായ പ്രവർത്തനത്തിന്മേൽ അറിയിക്കുന്നതാണ്. അപ്പൊ യദ്ഹബു അബി ഇല സൂഖ്, അങ്ങാടിയിലേക്ക് എന്റെ ഉപ്പ പോകുന്നു അല്ലെങ്കിൽ പോകും. യൽബസു നൗഫലുൻ ബിദ്ലത്തൻ റസ്മിയ, നൗഫൽ യൂണിഫോം ധരിക്കും, ധരിക്കുന്നു. യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദ്, ഉസ്താദ് കുട്ടികളോട് സലാം പറയും, സലാം പറയുന്നു. അൽ അബു യർഹമുൽ ഔലാദ, ഉപ്പ കുട്ടികളോട് കരുണ കാണിക്കുന്നു, കരുണ കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാം പാഠത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയത്. മൂന്നാം പാഠത്തിന്റെ ഹെഡിങ് തന്നെ ഇലൽ മുതവദ്ദ, വുദൂ ചെയ്യുന്ന സ്ഥലത്തേക്ക്. വുദൂ ചെയ്യുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുന്ന വാക്കാണ് അൽ മുതവദ്ദ, വുദൂ ചെയ്യുന്ന സ്ഥലം. മൂന്നാം പാഠത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത്, നമ്മൾ രണ്ടാം പാഠത്തിലൂടെ പഠിച്ചു മാദിയായ ഫെയിലുണ്ട്, മുളാരിയായ ഫെയിലുണ്ട് അല്ലെ. എന്താണ് മാദി എന്ന് പഠിച്ചു, മുളാരിയായ ഫെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു. മുളാരിയായ ഫെയിലിന് രണ്ട് രൂപത്തിൽ അർത്ഥം വരാം. വർത്തമാനകാല ക്രിയയുടെ അർത്ഥം വരാം, ഭാവി കാല ക്രിയയുടെ അർത്ഥവും വരാം. അത് ഒരു ഓരോന്നിനും നമ്മൾ എങ്ങനെ അർത്ഥം കാണേണ്ടത്, സാഹചര്യത്തിനനുസരിച്ചുള്ള അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാം പാഠത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഈ മാദിയായ ഫെയിലിന്റെയും മുളാരിയായ ഫെയിലിന്റെയും വ്യത്യസ്ത അവസ്ഥകൾ. അതായത് ഒരു ഫിഇല് തന്നെ മുഫ്രദാകുന്ന അവസ്ഥയുണ്ട്, മുസന്നയാകുന്ന അവസ്ഥയുണ്ട്, ജംആകുന്ന അവസ്ഥയുണ്ട്. ഫിഇലിനെ കുറിച്ച് മുഫ്രദായ ഫിഇല്, മുസന്നയായ ഫിഇല്, ജംആകുന്ന ഫിഇല് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഇലിനെ കുറിച്ച് മുദക്കർ, മുഅന്നസ് എന്ന് പറയുന്ന അവസ്ഥയുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ ഇതിനെ ഇനം തിരിച്ച് പറയുന്നത് ഏത് നോക്കിയാണ്? ഈ ഫിഇലിന്റെ ഫാഇലിലേക്ക് ചേർത്ത് നോക്കിയാണ്. ഏതൊരു ഫിഇൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം എന്ന് പറയാം. ഏതൊരു പ്രവർത്തനത്തിനും ഒരു പ്രവർത്തകൻ ഉണ്ടായിരിക്കും അല്ലെ. ഏതൊരു കർമ്മത്തിനും ഒരു കർത്താവ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ ഒരു പ്രവർത്തനം ചെയ്യുന്നയാളുണ്ടാകും. നമ്മുടെ രണ്ടാം പാഠത്തിന്റെ ഹെഡിങ് തന്നെ യഖില ജുനൈദുൻ, ജുനൈദ് ഉണർന്നു എന്നതാണ്. ഇതിലുള്ള പ്രവർത്തനം ഏതാണ്? യഖില എന്നതാണ്. യഖില ജുനൈദുൻ, ഈ ഉണരുക എന്ന പ്രവർത്തനം ചെയ്തത് ആരാണ്? ജുനൈദാണ്. അപ്പം യഖില എന്ന ഫിഇലിന്റെ ഫായില് ജുനൈദാണ്. അപ്പോ ഇതിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ, വ്യക്തമായി പറഞ്ഞാൽ, യഖില എന്നത് മാദിയായ ഫിഇലാണ്. അതോടൊപ്പം തന്നെ മുഫ്രദാണ്, മുദക്കറാണ്. മാദിയിലെ മുഫ്രദ് മുദക്കറായ ഫിഇലാണ് യഖില എന്നുള്ളത്. ഇത് മുഫ്രദ് ഉമ്മ തലവേനേറ്റ് ആവി പിടിക്കാൻ വിളിക്കുന്നതിന് 2 മിനിറ്റ് ഓക്കെ പറയുന്നതിന്റെ ഫ്ലോ നഷ്ടപ്പെട്ട്. ഓക്കെ, പോയിക്കോ. ഞാനിത് പറഞ്ഞ് പൂർത്തിയാക്കാം കേട്ടോ. നിങ്ങൾ അത്യാവശ്യമായിട്ട് പുറത്ത് പോകണവർ പോവാം. ഇതിനിടയിൽ കൂടെ പറയുന്നതിന്റെ തുടർച്ച നഷ്ടപ്പെടും. ഫാത്തിമ റജ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചിരുന്ന് ചിരിച്ച് കളിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ ശ്രദ്ധ നഷ്ടപ്പെടും. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. ചോദ്യം ചോദിച്ചാൽ സമയം നഷ്ടപ്പെടും, അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഇവിടെ നോക്കാം, ശ്രദ്ധിക്കാം. രണ്ടുപേരും ക്ലാസ്സിന് ശ്രദ്ധിക്കാൻ വേണ്ടിയില്ല ഇരിക്കുന്നത്.
പറഞ്ഞു വന്നത് ഫിഇല് മാദിയാണെങ്കിലും മുദാരി ആണെങ്കിലും അതിന് 14 അവസ്ഥകളുണ്ട് അല്ലെ? 14 രൂപങ്ങളുണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ 14 അവസ്ഥകളുണ്ട്. അതെല്ലാം അതിന്റെ ഫായിലിലേക്ക് ചേർത്ത് നോക്കിയാണ്. ഒരു ഫിഇലിനെ കുറിച്ച് നമുക്ക് മുഫ്രദ് എന്ന് പറയാം, മുസന്ന എന്ന് പറയാം, ജംഅ് എന്ന് പറയാം. ഏത് നോക്കിയാണ് നമ്മൾ ഫിഇലിനെ കുറിച്ച് മുഫ്രദ് എന്ന് പറയാ? ആ ഫിഇലിന്റെ ഫായില് ഒരാൾ മാത്രമാണെങ്കിൽ ആ ഫിഇല് മുഫ്രദാണ്. ഒരു ഫിഇലിന്റെ ഫായിൽ എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം ചെയ്തയാൾ, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ചെയ്യുന്നത് രണ്ടു പേർ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, കളിക്കുന്നത് എങ്കിൽ ആ കളിക്കുക എന്ന പ്രവർത്തനം ചെയ്യുന്നത്, പിന്നെ ആ കളിക്കുക എന്ന പ്രവർത്തനം തന്നെ എന്തായിട്ടാ പറയാ? മുസന്ന എന്നാ പറയാ. ഇനി രണ്ടിൽ കൂടുതൽ പേർ ഒരുമിച്ചാണ് ഒരു പ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ ആ പ്രവർത്തനത്തെ കുറിച്ച് ജംഅ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ മുഫ്രദ്, മുസന്ന, ജംഅ് എന്നെല്ലാം പറയുന്നത് അതിന്റെ ഫായിലിലേക്ക് നോക്കിയാണ്. ഇനി ഒരു ഫിഇലിനെ കുറിച്ച് നമുക്ക് മുദക്കർ എന്നോ മുഅന്നസ് എന്നോ പറയാം. യഥാർത്ഥത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പ്രവർത്തനമാണ് ഉണരുക എന്നുള്ള പ്രവർത്തനം. ശരിക്ക് പറഞ്ഞാൽ ഈ ഉണരുക എന്ന പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് മുദക്കർ എന്നോ മുഅന്നസ് എന്നോ പറയാൻ പറ്റുമോ? യഖിള എന്ന പ്രവർത്തനം, ഉണർന്നു എന്ന് പറയുന്നതായ പ്രവർത്തനം, അത് മുദക്കറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? റമീൻ പറഞ്ഞേ. ആ പ്രവർത്തനത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമുക്കത് മുദക്കർ എന്നോ മുഅന്നസ് എന്നോ പറയാൻ പറ്റുമോ? അവൻ പറഞ്ഞു എന്ന് പറയുമ്പോ അതാണ്. അല്ല അല്ല, യഖിള എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണർന്നു. അവൻ എന്ന് നമ്മൾ മുദക്കറാണ് എന്നത് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്ന വിശാലമായ അർത്ഥമാണ് അവൻ ഉണർന്നു എന്നുള്ളത്. യഖിള മലയാളം മാത്രം ശ്രദ്ധിച്ചാൽ ഉണരുക എന്ന പ്രവർത്തനം എങ്ങനെ മുദക്കറാവുക? ആവൂല അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് മുദക്കർ എന്നോ മുഅന്നസ് എന്നോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. കാരണം ഉണരുക എന്നുള്ള പ്രവർത്തനം ആണുങ്ങളും ചെയ്യും പെണ്ണുങ്ങളും ചെയ്യും അല്ലേ? എന്നാൽ നമ്മൾ ലിസാനുൽ ഖുർആനിലൂടെ പഠിക്കുന്നത് ഈ പ്രവർത്തനങ്ങളെ തന്നെ ഏതൊരു പ്രവർത്തനത്തിലേക്കും ആ പ്രവർത്തനത്തിലേക്ക് നോക്കിയിട്ടല്ല, ഈ പ്രവർത്തനം ചെയ്യുന്ന ആളിലേക്ക് നോക്കിയാണ് ഫിഇലിനെ കുറിച്ച് നമുക്ക് മുദക്കർ എന്നോ മുഅന്നസ് എന്നോ പറയേണ്ടി വരുന്നത്. നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? നമ്മൾ പ്രവർത്തനത്തിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത്, പ്രവർത്തനം ചെയ്യുന്ന ആളിലേക്കാണ് നോക്കേണ്ടത്. അത് നോക്കുമ്പോഴാണ് ആ ഫിഇലിനെ കുറിച്ച് മുദക്കർ എന്നോ മുഅന്നസ് എന്നോ പറയുന്നത്. മുഫ്രദ് എന്നോ മുസന്ന എന്നോ ജംഅ് എന്നോ പറയുന്നത് ചെയ്യുന്ന ആളിലേക്ക് നോക്കിയാണ്, അതിന്റെ ഫായിലിലേക്ക് നോക്കിയാണ്. ഓക്കെ, മനസ്സിലായോ? വ്യക്തമായോ നഷ്വ? യെസ്. അപ്പോ മൂന്നാം പാഠമാകുന്ന എന്താണ് ഇലൽ മുത്തവദ്ദ എന്ന പാഠത്തിലൂടെ മാദിയായ ഫീലിന്റെയും മുദാരിയായ ഫീലിന്റെയും മുസന്നകൾ, മുഫ്രദായ പദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? യഖിള എന്നത് മുഫ്രദാണ്, കാരണം ഒരാൾ ചെയ്തു എന്ന അർത്ഥമുള്ള വാക്കാണ്. ഒരാള് ചെയ്തു എന്ന അർത്ഥമാണ് അതിന് വരുന്നത്, അതുകൊണ്ട് അത് മുഫ്രദ. എന്നാൽ ഇതിന്റെ എല്ലാം മാദിയായ ഫീലിന്റെ മുസന്ന എങ്ങനെ വരാം? ദ്വിവചന ക്രിയ, രണ്ടു പേർ ചെയ്തു എന്ന അർത്ഥം വരുന്ന വാക്ക് എങ്ങനെ പറയേണ്ടി വരും? രണ്ടു പേർ ചെയ്യും എന്ന അർത്ഥമുള്ള വാക്ക് നമ്മൾ എങ്ങനെ പറയേണ്ടി വരും? അല്ലെ? കൈകളെല്ലാം ഫ്രീ ആയിരിക്കട്ടെ. ഓക്കെ. ഓക്കെ ഇഷാൻ, പറയുന്ന സമയത്തോടെ വെച്ചതാ. യെസ്. ഈ പാഠത്തിൽ പറയുന്ന, പാഠം കഴിഞ്ഞ ശേഷം നംല ഉൽ ഫറാഗ ബിൽ മുനാസിബ് എന്നല്ലേ വരുന്നത്? പാഠം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വിട്ടുപോയ ഭാഗം യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാം എന്നല്ല പറഞ്ഞത്? മൂന്നാമത്തെ പാഠം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതില് കളറ് മാറ്റി കൊടുത്തതായ പദങ്ങളൊന്ന് ശ്രദ്ധിച്ചു. ഖറജ എന്നത് നിറം മാറിയിട്ടുണ്ട്. മറ്റേ ആ ചുവപ്പ് കളറാക്കി കൊടുത്ത വാക്കുകളൊന്ന് വായിച്ചേ ഒരാള്. റമീം വായിച്ചോ? ഇലാൽ മുത്തവദ്ദ. അതിൽ തന്നെ
യനാമു ഉസ്താദ് അതാ. യനാമുൽ ഉസ്താദോ? പാഠത്തിൽ പാഠത്തിൽ തന്നെ ചുവപ്പ് കളറാക്കി കൊടുത്തിട്ടില്ലേ പദങ്ങൾ? ഇലൽ മുത്തവല്ല എന്ന പാഠത്തിൽ. ഖറജ, ആ ആ ഖറജ, പിന്നെ ബസ്മല, ആ തമമ്മല, ആ വസ്ല, ബസ്മല, ആ ഓക്കെ, ഞാൻ വായിക്കാം. തമൽമല. ബസ് ഇതെല്ലാം നമ്മളെ പരിചയപ്പെടുത്താണ്, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ചുവപ്പ് കളറാക്കി കൊടുത്തത്. ഖറജ, അതുപോലെ ഗസല, ബസ്മല, പിന്നെ തസവ്വക, തമർമദ, ഇസ്തൻഷഖ. വസ്തൻഷഖ എന്ന് വാവ് ചേർക്കണ്ട, ഇസ്തൻഷഖ എന്ന വാക്ക് നോക്കിയാൽ മതി. ഇങ്ങനെ അവസാനത്തിൽ അലിഫ് ചേർത്ത് നീട്ടിയതായ വാക്കുകൾ കാണാം. ഇതെന്താണ്? മാദിയായ ഫേലുകളാണ്. മാദിയായ ഫേലിന്റെ തന്നെ മുസന്നയായ രൂപം എന്ന് പറയാം. മാദിയായ ഫേലിന്റെ മുസന്നയായ രൂപം, അതായത് അവർ രണ്ടു പേർ പുറപ്പെട്ടു, അവർ രണ്ടു പേർ കഴുകി, രണ്ടു പേർ ബിസ്മി ചൊല്ലി, രണ്ടു പേർ മിസ്വാക്ക് ചെയ്തു, രണ്ടു പേർ വായിൽ വെള്ളം കൊപ്പിളിച്ചു, രണ്ടു പേർ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി എന്നൊക്കെ രണ്ടു പേർ ചെയ്തു, രണ്ടു പേർ ചെയ്തു. ഇങ്ങനെയുള്ള മുസന്നയായ മാദിയായ ഫേലുകളെയാണ് നമുക്ക് അതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോ നേരത്തെ ഇതിനു മുമ്പുള്ള പാഠത്തിൽ പറഞ്ഞത് ഒരാൾ ചെയ്തു, അവൻ ഉണർന്നു, അല്ലെ, എഴുന്നേറ്റ് ഇരുന്നു, അല്പനേരം വിരിപ്പിൽ ഇരുന്നു, അവൻ തന്നെ വിക്റ് ചൊല്ലുന്നുണ്ട്. അതൊക്കെ എല്ലാം ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. അത് മുഫ്രദ. ഇത് മുസന്നയാണ്, ദ്വിവചന ക്രിയകളാണ്. രണ്ടു പേർ ചെയ്യുന്നു, രണ്ടു പേർ ചെയ്തു എന്നർത്ഥമുള്ള വാക്കുകളാണ്. അപ്പോ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് തദക്കർ. ഇതിന്റെ തദ്രീബാത്തിൽ നോക്കാം. തദക്കർ എന്ന ഭാഗം നോക്കാം. ഖറജ, ഗസല, ബസ്മല, തസവ്വക കുല്ലുഹ അഫ്ആലുൻ മാദിയ. മാദിയത്തുൻ ലിൽ മുസന്ന, അല്ലെ? ഇവയെല്ലാം മാദിയിലെ മുസന്നയായ വാക്കുകളാണ്. പിന്നെ യുഖല്ലിലാനി, യർഫഅനി, യദ്ഉവാനി, ഇവയെല്ലാം എന്താണ്? കുല്ലുഹ അഫ്ആലുൻ മുദാരിഅത്തുൻ ലിൽ മുസന്ന. ആ മുദാരിയിൽ നിന്നുള്ള മുസന്നയായ ഫേലുകളാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തി. അപ്പൊ മാദിയിലെ മുഫ്രദിനെ മുസന്നയാക്കാൻ അവസാനത്തിൽ അലിഫ് കൊടുത്ത് നീട്ടി. മുദാരിയിൽ മുഫ്രദിനെ, യുഖല്ലിലു എന്ന മുദാരിനെ മുദാരിയിലെ മുഫ്രദിനെ മുസന്നയാക്കിയതാണ് യുഖല്ലിലാനി എന്ന്. അതുപോലെ തന്നെ യർഫഉ എന്ന മുദാരി മുഫ്രദിനെ മുസന്നയാക്കിയതാണ് യർഫഅനി. യദ്ഉ എന്ന മുദാരിയിലെ മുഫ്രദിനെ മുസന്നയാക്കിയതാണ് യദ്ഉവാനി. അപ്പോ മാദിയിലെ മുഫ്രദിനെ മുസന്നയാക്കാൻ അവസാനത്തിൽ അലിഫ് ചേർത്ത് നീട്ടിയാൽ മതി. മുദാരിയിൽ അലിഫ് ചേർത്ത് നീട്ടുകയും ശേഷം കസ്റുള്ള നൂനും കൊടുക്കണം. അപ്പോഴാണ് മുദാരിയിൽ മുസന്നയാകുന്നത്. ചില ഉദാഹരണങ്ങൾ താഴെ കാണാം. നഖ്റഉ വ നഫ്ഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. ജുനൈദുൻ വ നബീലുൻ, രണ്ട് ആൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. ജുനൈദുൻ വ നബീലുൻ, ജുനൈദ് അതുപോലെ നബീലും. യൈഖളാനി മിനൻ നൗമി മുബക്കിറൈനി കുല്ല യൗം. യൈഖളാനി, അവർ രണ്ടുപേരും ഉണരും. മിനൻ നൗമി മുബക്കിറൈനി കുല്ല യൗമിൻ, എല്ലാ ദിവസവും അവർ രണ്ടുപേരും നേരത്തെ ഉറക്കിൽ നിന്ന് ഉണരും. ജുനൈദും നബീലും. അപ്പോ യഖിള എന്നതിന്റെ മുദാരി ആണ് യൈഖദു. ഇവിടെ ജുനൈദും നബീലും രണ്ടുപേരും ഫായിലായി വരുന്നുണ്ട്. അപ്പൊ രണ്ടുപേർ, ഒരാളല്ല, രണ്ടുപേരുണ്ട്. അതുകൊണ്ട് യൈഖളാനി എന്ന് പറഞ്ഞു മുദാരി. അതുപോലെ വയദ്ഹബാനി ഇലൽ മസ്ജിദി ലിസ്വലാത്തി സുബ്ഹ്, അവർ രണ്ടുപേരും പള്ളിയിലേക്ക് സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി പോകും. യദ്ഹബു എന്ന് പറയാതെ യദ്ഹബാനി, കാരണം ഇവിടെയുള്ള ഫായിൽ രണ്ടുപേരുണ്ട്. വഹീനമാ യംഷിയാനി റഅയാ ഹാമിദൻ വ ഖാലിദൻ, അവർ നടക്കുമ്പോൾ റഅയാ, അവർ രണ്ടുപേരും കണ്ടു. റഅ, അവൻ കണ്ടു. റഅയാ, അവർ രണ്ടുപേരും കണ്ടു. ഹാമിദൻ വ ഖാലിദൻ, ഹാമിദിനെയും ഖാലിദിനെയും കണ്ടു. ഇങ്ങനെയൊക്കെ പറഞ്ഞു. വസല്ലമാ അലൈഹിമ, അവർ രണ്ടുപേരും സലാം പറഞ്ഞു. വറദ്ദാ അസ്സലാം, ആ രണ്ടു കൂട്ടുകാരും സലാം മടക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നല്ലോ. ഇതിലൊക്കെ മാദിയും മുദാരിയുമായ മുസന്നയായ പദങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി.
നുസരിഫു ഇതിന്റെ തദ്രീബാത്തിൽ തന്നെ കള്ളിയാക്കി കൊടുത്തത് കാണാം. ഗസല മാവിയിലെ മുഫ്രദാണ്, അതിന്റെ നേരെ മുസന്ന ഗസല. ഖറജ മുഫ്രദ്, ഖറജ മുസന്ന. ഖാമ ഖാമ. മാവിയിലെ മുഫ്രദിനെ മുസന്നയാക്കുന്നത് പഠിച്ചു. മുദാരിയിലെ മുഫ്രദിനെ പഠിക്കാം. യഗ്സിലു, യഖ്റുജു, യഖൂമു. മുദാരിയിലെ മുഫ്രദുകളാണ്. എന്നാൽ അതിനെ മുസന്നയാക്കുമ്പോൾ എങ്ങനെ പറയും? യഗ്സിലാനി, യഖ്റുജാനി, യഖൂമാനി. താഴെ അല്പം ചില പൂരിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്, ചില ചെറിയ വർക്കുകളാക്കി കൊടുത്തിട്ടുണ്ട്. അദ്ദാരിസാനി ഡാഷ് അത്തദ്രീബ. ദാരിസ് വിദ്യാർത്ഥി, പഠിക്കുന്നവൻ അല്ലെ, വിദ്യാർത്ഥി എന്നാ പറയാം. ദാരിസാൻ, അദ്ദാരിസാനി രണ്ട് വിദ്യാർത്ഥികൾ. എന്താണ് ഉത്തരം? യക്തുബാനി. തദ്രീബ. രണ്ട് വിദ്യാർത്ഥികൾ, രണ്ട് ആൺകുട്ടികളാണ് അവർ, രണ്ടുപേരും എഴുതും. അത്തദ്രീബ, തദ്രീബ് എഴുതും അല്ലെ, തദ്രീബാത്ത് ആക്ടിവിറ്റി. പിന്നെ ഹാമിദുൻ വ ഖാലിദുൻ യഖ്റആനിൽ ഖുർആൻ. ഹാമിദുൻ ഖാലിദുൻ രണ്ട് പേരുണ്ട്, അവർ രണ്ടുപേരും ഖുർആൻ പാരായണം ചെയ്യും. അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ. ഇതാരാ? അപ്പോ മാദിയായ ഫിഅലിലെയും മുദാരിയായ ഫിഅലിലെയും മുഫ്രദുകളെ മനസ്സിലാക്കി, മുസന്നകളെയും മനസ്സിലാക്കി. ഇനി നാലാം പാഠം അഫ്ദലുൽ ജമാഅത്ത് എന്ന പാഠം. ആ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ജംഉകളെ പരിചയപ്പെടുത്തുകയാണ്. മാദിയായ ഫിഅലിലെ മുഫ്രദായ ഫിഅലിനെ എങ്ങനെ ജംആക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ മുദാരിയായ ഫിഅലിലെ മുഫ്രദിനെ എങ്ങനെ ജംആക്കാം എന്ന് പറയുന്നുണ്ട്. ഇതിൽ ചുവപ്പ് കളറാക്കി കൊടുത്തതായ വാക്കുകൾ തദക്കർ പാഠത്തിന് ശേഷം പറയുന്നുണ്ട്. തദക്കർ ശ്രദ്ധിക്കൂ. ഖറജു, കാനു, സഅലു, റഅൗ, വസലു കുല്ലുഹ അഫ്ആലുൻ മാദിയത്തുൻ ലിൽ ജംഇൽ മുദക്കർ. ഇവയെല്ലാം മാദിയിലെ ജംഅ മുദക്കറിന്റെ പദങ്ങളാണ്. അതുപോലെ യഅമലൂന, യസ്ഖൂന, യുസല്ലിമൂന, യസ്തരീഹൂന കുല്ലുഹ അഫ്ആലുൻ മുദാരിഅത്തുൻ ലിൽ ജംഇൽ മുദക്കർ. ഇവയെല്ലാം മുദാരിഇലെ ജംഅ മുദക്കറിന്റെ ഫിഅലുകളാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലായി മാദിയിലെ മുഫ്രദായ മാദിയെ ജംആക്കാൻ ബാങ്ക് കൊടുക്കാനാവുന്നു. ഇത് പൂർത്തിയാക്കട്ടെ. മാദിയിലെ മുഫ്രദിനെ ജംആക്കാൻ അവസാന അക്ഷരത്തിന് ദമ്മ് ചെയ്യുക, അതിനെ വാവ് കൊടുത്ത് നീട്ടുക. ഖറജ, ഖറജു എന്നാക്കുക. മുദാരി ആണെങ്കിൽ എന്ത് ചെയ്യണം? മുദാരി ആണെങ്കിൽ ഖറജയുടെ നേരെ മുദാരിയാണ് യഖ്റുജ്. യഖ്റുജു എന്നതിനെ ജംആക്കുകയാണെങ്കിൽ യഖ്റുജൂന എന്നാക്കണം. അവസാനത്തിൽ വാവ് കൊടുത്ത് നീട്ടി ഫത്ഹുള്ള നൂന് കൊടുക്കണം. യഖ്റുജൂന എന്നാക്കണം. ഇപ്പോഴാണ് മുദാരി ജംആക്കുന്നത്. മാദിയിലെ ജംആ ആവണമെങ്കിൽ അവസാന അക്ഷരത്തിന് ദമ്മ് കൊടുത്ത് വാവ് കൊടുത്ത് നീട്ടുക.